السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. إن شاء الله ഈ ഒരു ക്ലാസ് മുതൽ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് 32-ാമത്തെ അധ്യായം സൂറത്തു അസ്സജ്ദയാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സുബ്ഹി നമസ്കാരത്തിന് ആദ്യത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തു അസ്സജ്ദ. ഇത് പലതവണ പല സന്ദർഭത്തിൽ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഈ സൂറത്തിന് ഒരു ഇതിവൃത്തം, അതിൻ്റെ ഒരു ആകത്തുക ചെറിയ രീതിയെങ്കിലും മനസ്സിലാക്കുക. രണ്ടാമത്തത്, നമ്മളത് ഹിഫ്ളാക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന നിലക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് മുതൽക്ക് പങ്കെടുക്കുന്ന ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിർബന്ധമായും കയ്യിൽ വിശുദ്ധ ഖുർആൻ കയ്യിൽ വെക്കണം എന്നതാണ്. അതിന് പരിഭാഷയിലും കുഴപ്പമില്ല, മൊബൈലിൽ ആപ്പ് ഉണ്ടെങ്കിൽ അതായാലും പ്രശ്നമില്ല. പക്ഷെ മൊബൈലിനേക്കാളും നല്ലത് ഖുർആൻ കയ്യിൽ വെക്കണം. എപ്പോഴും അതിലേക്കൊന്ന് നോക്കി ശീലിക്കുന്നത് ഖൈറാണ് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയാം. സൂറത്തു സജ്ദ 32-ാമത്തെ അധ്യായമാണ്. ഈ സൂറത്തിനെ വതുസമ്മ സൂറത്തുൽ മലാജിഅ്, സൂറത്തുൽ മലാജിഅ് എന്നും ഈ സൂറത്തിന് പറയപ്പെടാറുണ്ട്. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വഹിയ മക്കിയത്തുൻ ബി ഇജ്മാഇഹിം, ഇത് മക്കയിൽ അവതരിച്ചതാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. എന്നാൽ മഹാനായ ഇമാം ഖൽബി റഹ്മഹുല്ലാ പറഞ്ഞു, ഫിഹാ മിനൽ മദനിയ്യി 3 ആയാത്ത്, ഇതിലെ 3 ആയത്തുകൾ മദീനയിൽ അവതരിച്ചതാണ്. അവ്വലുഹ ഖൗലുഹു അഫമൻ കാന മുഅ്മിനൻ എന്ന് തുടങ്ങുന്ന സൂറത്തു സജ്ദയിലെ 18-ാമത്തെ ആയത്ത്. വഖാല മുഖാത്തിലുൻ, ഇമാം മുഖാത്തിൽ റഹ്മത്തുള്ളാഹി പറയാണ്, ഫിഹ ആയത്തുൻ മദനിയത്തുൻ വഹിയ ഖൗലുഹു തതജാഫ ഫി ജുനൂബിഹിം എന്ന് തുടങ്ങുന്ന, ജുനൂബുഹും എന്ന് തുടങ്ങുന്ന ആയത്ത്. വഖാല ഗൈറുഹുമ ഫിഹ 5 ആയാത്തിൻ മദനിയാത്തിൻ, വേറെ ചില ആളുകൾ പറയുന്ന 5 ആയത്തുകൾ മദനിയിൽപ്പെട്ടതാണ്. തതജാഫ ജുനൂബുഹും എന്ന് തുടങ്ങുന്ന 5 ആയത്ത്. ഇങ്ങനെ 2 അഭിപ്രായം ഇതിനകത്തുണ്ടെങ്കിലും ഈ സൂറത്തിന്റെ അവതരണത്തെ സംബന്ധിച്ച് പറയുന്നത് അത് മക്കയിൽ അവതരിച്ചതാണ് എന്നതാണ് ഇജ്മാഅയായ വിഷയം. എല്ലാവരും യോജിച്ച അഭിപ്രായം അതാണ്. ഈ സൂറത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. അതിലൊന്നത് നമ്മൾ വെള്ളിയാഴ്ചയിൽ ഓതുന്ന സൂറത്താണ്. അതുപോലെ പിന്നൊരു സന്ദർഭത്തിനോട് തോന്നും. ആർക്കെല്ലാം ഓർമ്മ ഉണ്ടോ? വേണ്ട, ചോദ്യം ചോദിക്കണ്ട. ചോദ്യം ചോദിച്ചാൽ പ്രശ്നമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. تنزيل الكتاب لا ريب فيه من رب العالمين.
أم يقولون افتراه أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. ഒന്നുകൂടെ ചുരുക്കി أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ഒന്നുകൂടി ആവർത്തിക്കാം. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة في يوم كان مقداره 1000 سنة مما تعدون.
ذلك عالم الغيب والشهادة العزيز الرحيم. ما شاء الله بارك الله فيكم جميعا. الله تعالى قبولكم أراد. أعوذ بالله من الشيطان الرجيم. റജീമായ ശൈത്താനെ തൊട്ട് അല്ലാഹുവോട് ഞാൻ കാവൽ തേടുന്നു, അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീമും റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താണ്? അലിഫ് ലാം മീം, 3 അക്ഷരങ്ങളാണ്. ഇത് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. നമുക്ക് പലയിടത്തും ഓതിയിട്ട് പരിചയമുണ്ട് അല്ലേ? പല സ്ഥലത്തും പരിചയമല്ലേ? പരിചയമുണ്ട്. അലിഫ് ലാം മീം, ഇതിന്റെ മാന അള്ളാഹുവിനെ അറിയുള്ളൂ. ഇത്തരം പദങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ സൂറത്ത് ബഖറയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ പല സ്ഥലത്തും ഇത്തരം അക്ഷരങ്ങൾ എന്തിലേക്ക് സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് കുറേ ചർച്ചകൾ കാണാൻ പറ്റും. അല്ലാഹു അലം. നമ്മളെന്തായാലും ആ ചർച്ചയ്ക്ക് പോകണില്ല. അലിഫ് ലാം മീം, ഈ പദത്തിൽ നിന്നൊരു ഹദീസ് നമുക്ക് ഓർമ്മ വരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, അതിന്റെ പ്രതിഫലം പറഞ്ഞപ്പോ നബി പറഞ്ഞു അലിഫ് ലാം മീം. ഇത് 3 ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് പറഞ്ഞു അലിഫിന് 10, ലാമിന് 10, മീമിന് 10. ഈ 3 അക്ഷരം അള്ളാന്റെ ഖുർആനിൽ നിന്നുള്ള ഈ 3 അക്ഷരം, അഥവാ ഖുർആൻ ഓതുമ്പോ ഉച്ചരിച്ച, സാധാരണഗതിയിൽ നമ്മൾ അലിഫ് ലാം മീം പറഞ്ഞാൽ കൊല്ലിട്ടില്ല. അള്ളാന്റെ കിതാബിൽ നിന്നുള്ള ഈ 3 അക്ഷരം ഒരാൾ ഓതിയാൽ അയാൾക്ക് എത്ര പ്രതിഫലം? 30 പ്രതിഫലം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വതആല പറയാണ്, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. തൻസീൽ എന്ന് പറഞ്ഞാൽ അവതരണം അല്ലെ? ഏതിന്റെ അവതരണം? അൽ കിതാബ, കിതാബിന്റെ അവതരണം, ഈ ഗ്രന്ഥത്തിന്റെ, യഅനി അൽ ഖുർആൻ, ഖുർആനിന്റെ അവതരണം. ലാ റൈബ ഫീഹി, ലാ റൈബ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി, ലാ റൈബ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, ഫീഹി അതിനെപ്പറ്റി. അതായത് ഈ ഖുർആനിന്റെ അവതരണത്തെ പറ്റി യാതൊരു സംശയവുമില്ല. മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ പക്കൽ നിന്നുള്ളതാകുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കിതാബിന്റെ അവതരണം, അതിൽ ഒരു സംശയവുമില്ല, അതെവിടെ നിന്നുള്ളതാണ്? റബ്ബുൽ ആലമീനിൽ നിന്നാകുന്നു എന്നാണ്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി എന്നതിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം മുഖാത്തിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ കിതാബിൽ ഇതിന്റെ അവതരണത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞാൽ അൽ മഅന, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ശക്ക ഫീഹി അന്നഹു തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലാ ശക്ക ഫീഹി അന്നഹു തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അതായത് ഇത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ ഐ ലാ ശക്ക ഫീഹി. അതാണ് കുറച്ചും കൂടി ആ പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത്തരം പ്രയോഗങ്ങൾ ഇവിടെ മാത്രമല്ല, അള്ളാന്റെ കിതാബിൽ പല സ്ഥലത്തും കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ 39-ാം അധ്യായം സൂറത്ത് സുമർ 1-ാമത്തെ ആയത്ത് എന്താ? തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഇത് പല സ്ഥലത്തും കാണാം. 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിന്റെ 2-ാമത്തെ ആയത്ത്, 45-ാം അധ്യായം അതിന്റെ 2-ാമത്തെ ആയത്ത്, 46-ാം അധ്യായം സൂറത്ത് അഹ്ഖാഫിന്റെ 2-ാമത്തെ ആയത്ത്. അവിടെയൊക്കെ സമാനമായ പദങ്ങൾ കാണാൻ പറ്റും. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. അവിടെ നമുക്കത് കുറച്ച് വിശദീകരിക്കാം. കാരണം പദങ്ങളിലും ആശയങ്ങളിലും സാദൃശ്യമുള്ളതാണ്, ആവർത്തിക്കപ്പെട്ടു വരുന്നതാണ്. മഥാനിയാണ്. പിന്നെന്തുണ്ട്? മഥാനി ആവർത്തിക്കപ്പെട്ടിരുന്നാണ്. പരസ്പരം സാദൃശ്യമുണ്ട്. പല ആയത്തുകൾക്കും മറ്റായത്തിട്ട്, പല പദങ്ങൾക്കും മറ്റു പദങ്ങളുമായി സാമ്യതയുണ്ട്. തൻസീൽ അൽ അസീസിർ റഹീം, തൻസീൽ അൽ അസീസിർ റഹീം എന്ന സൂറത്ത് യാസീനിലെ 5-ാമത്തെ ആയത്തിൽ കാണാം.
എവിടെ നിന്നുള്ളതാ? അസീസും അർറഹീമുമായവനിൽ നിന്നുള്ള അവതരണമാണ് ഖുർആൻ. അപ്പൊ ഇത് ഖുർആനിന്റെ അജയ്യത, ഖുർആനിന്റെ അപ്രമാദിത്വം, ഖുർആനിന്റെ ഇജാസ് ശരിക്കും വ്യക്തമാക്കണം. എവിടെ നിന്നുള്ളതാ ഖുർആൻ? ലാ ശക്ക ഫീഹി, അതാണ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അങ്ങനെ ഒരു പദം നിങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ടാവും. എവിടെ? 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ തുടക്കത്തിൽ തന്നെ കാണും അല്ലെ? ലാ റൈബ ഫീഹി. യെസ്, ബറകല്ലാഹു ഫീക്. അപ്പൊ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഖുർആനെ കുറിച്ച് പറയും. അതിന്റെ മാന, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തല്ല? സിഹറല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഷിഅർ, കവിതയല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ കഹാനത്ത്, ജ്യോത്സ്യമല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അസാത്തീറുൽ അവ്വലീൻ, പഴംപുരാണ ചർച്ചയല്ല. ഇതൊക്കെ പറഞ്ഞു? ഇതൊക്കെ മുശ്രിക്കുകൾ പറഞ്ഞു. ഇത് സിഹറാന്ന് പറഞ്ഞു, ഇത് ഷിഅറാണ്, കവിതയെന്ന് പറഞ്ഞു, ഇത് കഹാനത്ത്, ജ്യോത്സ്യമാണെന്ന് പറഞ്ഞു, ഇത് അസാത്തീറുൽ അവ്വലീൻ, പഴംപുരാണ ചർച്ച, പൂർവികരുടെ ചർച്ച, മുത്തശ്ശി കഥകളാന്ന് പറഞ്ഞു. അല്ല, അതൊന്നുമല്ല. പിന്നെ ലാ റൈബ ഫീഹി തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിങ്കൽ നിന്ന് നൽകപ്പെട്ട ഗ്രന്ഥമാകുന്നു ഖുർആൻ. ഇത് മനസ്സിലാക്കാൻ ഇതിന്റെ വിശദീകരണം പറയുന്നിടത്ത് കാണാം ഒരായത്ത്. 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 6-ാമത്തെ ആയത്ത്. എന്തായത്തറിയോ? وَإِنَّكَ لَتُلَقَّى الْقُرْآنَ مِنْ لَدُنْ حَكِيمٍ عَلِيمٍ, തീർച്ചയായും യുക്തിമാനും സർവജ്ഞനുമായിട്ടുള്ളവന്റെ പക്കൽ നിന്നാകുന്നു നബിയെ താങ്കൾക്ക് ഖുർആൻ നൽകപ്പെടുന്നത്. അവിടെ അല്ലാഹു ഉപയോഗിച്ച അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് ഹക്കീമുൻ, ഹക്കീമാണ്, അലീമാണ്. ഹക്കീമും അലീമുമായവന്റെ പക്കൽ നിന്നാണ് മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഖുർആൻ അവതരിക്കപ്പെടുന്നത്. അപ്പൊ യാതൊരു സംശയവും ആ ഖുർആന്റെ അവതരണത്തിൽ വേണ്ടതില്ല. മുശ്രിക്കുകൾ എന്തോ പറഞ്ഞോട്ടെ, സംശയാലുക്കൾ എന്തോ പറഞ്ഞോട്ടെ, ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. തയ്യിബ്, വാളിഹല്ലേ, വ്യക്തല്ലേ? ഇൻഷാ അല്ലാഹ്. 2-ാമത്തെ എന്താ? പിന്നെ അല്ലാഹു പറയുന്നു അം യഖൂലൂന ഇഫ്തറാ, അതോ യഖൂലൂന, അവര് പറയുന്നുവോ, ഇഫ്തറാ, ഇവൻ കെട്ടിച്ചമച്ചു എന്ന്. അള്ളാന്റെ അടുത്തുനിന്ന് ഇറങ്ങിയ ഖുർആനെ കുറിച്ച് മക്കാ മുശ്രിക്കുകൾ പറയാണ്. എന്ത്? അവര് പറയുന്നതിനെ കുറിച്ച് അള്ളാഹ് ആക്ഷേപിക്കാണ്. അതോ അവര് പറയുന്നുവോ, കുഫാറുകൾ പറയുന്നുവോ? എന്ത്? ഇഫ്തറ, യഖൂലൂന ഇഫ്തറ, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിച്ച് പറയുന്നതാണ്, കെട്ടിക്കൂട്ടി പറയുന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീർ കാണാം, യഅനി അൽ മുശ്രിക്കീൻ. മുഹമ്മദ് നബി ഈ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് എന്ന് മുശ്രിക്കുകൾ പറയുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ഈ ആരോപണത്തെ ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല നിഷേധിക്കാണ്, ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക്. ശരിക്കും ഈ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സമാധാനമാണ്. കാരണം എന്താ അറിയോ? ലോകത്തൊരാളെയും ഇത് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവനാന്റെ കൽബിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ എന്താ വബിലാഖിറതിഹും യുഖിനൂൻ എന്നൊക്കെ പറയാം. ആ യഖീൻ ഉണ്ടല്ലോ, ഇത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും അവനാന് ബോധ്യം ഉണ്ടായാൽ മതി. അൽഹംദുലില്ലാഹ്. ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക്, എന്നാൽ ഇത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള സത്യമാകുന്നു. ഇവിടൊക്കെ ഉപയോഗിക്കണ ഒരു ഭാഷാ പ്രയോഗങ്ങളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രൈമറി ഓഡിയൻസ് ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് പോണില്ല. ഇതിനില്ല, അള്ളാഹു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്ക് പിന്നീട് പഠിക്കാം. എന്താണ് ആ ഭാഷയുടെ ശൈലി, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക്, എന്നാൽ ഇത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള ഹഖാകുന്നു. എന്നിട്ട് റബ്ബ് ആ ഖുർആനെ കുറിച്ച് പറയാണ്, ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക. ലിതുൻദിറ, എന്തിനാണ് ഖുർആൻ? നീ താക്കീത് നൽകാനാണ്. ആർക്കാണ് താക്കീത് നൽകേണ്ടത്? ഖൗമൻ, ഒരു ജനതക്ക്. ഏതാണ് ജനത? അറബികൾ, മക്കക്കാർ, ശിഷ്യ. മാ അതാഹും, അവർക്ക് വന്നിട്ടില്ല, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്തൊരു ജനതക്ക് നീ താക്കീത് നൽകാനാണ്. ആർക്ക് വന്നിട്ടില്ല? മിൻ ഖബലിക, നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതക്ക് താങ്കൾ താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് ഇത്. അതിനുവേണ്ടി ഇറങ്ങിയത് ഖുർആൻ. അത് വല്ലാത്തൊരു വാക്കാണ് ആ വാക്ക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്
അറബ് സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനും വന്നിട്ടില്ല. യാനി അൽ അറബ് എന്നാണ് ഇവിടെ, അറബികൾക്ക്. ലം യഅതീഹിം നദീറും മിൻ ഖബ്ലി മുഹമ്മദിൻ അലൈഹിസ്സലാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുമ്പ് ഒരു നബിയും എവിടേക്ക് വന്നിട്ടില്ല? അറബ് ഗോത്രങ്ങളിലേക്ക് വന്നിട്ടില്ല. അപ്പൊ എന്തിനത് വന്നത്? അവർ ഹക്കിനെ പിൻപറ്റുന്നതിന് വേണ്ടി അല്ലാഹു തആല മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുക്കണം. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മിൻ നദീരിൻ മിൻ ഖബ്ലിക, അതായത് താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ജനത എന്ന് പറഞ്ഞാൽ, ഖാല ഖത്താദ, ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയാണ്, കാനു ഉമ്മത്തൻ ഉമ്മിയത്തൻ ലം യഅതിഹിം നദീറുൻ ഖബില മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരൻ ലഭിച്ചിട്ടില്ലാത്ത ഉമ്മിയായ ഒരു ജനതയായിരുന്നു അവർ. ഉമ്മിയായ ജനത എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവർ എന്നാണ്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ അറിയണവരില്ല ചോദിച്ചാൽ അറിയണവരുണ്ട്. പക്ഷെ ആമായിട്ടൊരു സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ കേരളക്കാരെ കുറിച്ച് പറയുന്നത് സാക്ഷരതയിൽ മികച്ചു നിൽക്കുന്നവർ. എന്നാലും തെരഞ്ഞു നോക്കിയ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും എഴുത്തും വായനത്തിലുണ്ട്. എന്റെ തൊട്ട വീട്ടിലുണ്ട് ഒരു ഉമ്മ, അവർക്കൊരു ബോർഡും വായിക്കാൻ അറിയില്ല, ഒരു ഭാഷ അറിയില്ല മലയാളം അല്ലാതെ. പക്ഷെ എല്ലായിടത്തു കൂടിയും പോകും ചോദിച്ചിട്ട്. അപ്പോ കേരളം കംപ്ലീറ്റ് സാക്ഷരമായി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? എഴുത്തും വായന അറിയില്ല എപ്പോഴും. എന്നപോലെ ഉമ്മി എന്ന് പറഞ്ഞാൽ ഒരു ജനതയും മൊത്തത്തിലാണ് അവിടെ. അല്ലാതെ അവരെ കൂട്ടത്തില് നിമിഷ കവികളുണ്ട്, അവരെ കൂട്ടത്തിൽ അപ്പോഴേക്കപ്പോഴെ കവിത എഴുതാനും കവിത പറയാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ആമായിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ പറഞ്ഞ ഉമ്മിയാണെന്ന് അല്ലെ, ഉമ്മിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇത് മനസ്സിലാക്കാൻ നമ്മൾ സൂറത്ത് യാസീനിലേക്ക് ഒന്ന് പോയാൽ മതി. സൂറത്ത് യാസീനിൽ കാണാം 6-ാമത്തെ ആയത്തില്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, ഒരു ജനതക്ക് നബിയെ താങ്കൾ താക്കീത് നൽകാനായിട്ട് അവരുടെ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല. താക്കീതുകാരനായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ഒരു ദൂതനും കടന്നു ചെന്നിട്ടില്ലാത്ത അറബികളാണവർ. അവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി, അപ്പോ അവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്. കാരണം നബി ആരാണ്? ഖുൽ യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, പറയ നബി, ഓ ജനങ്ങളെ, ഇന്നി, നിശ്ചയമായിട്ട് ഞാൻ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലാണ്, ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്കെല്ലാമുള്ള റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈസാ നബിന്റെയും ഇടയിൽ പിന്നൊരു നബിയില്ല. വിശേഷങ്ങൾ പരിശോധിച്ച് നോക്കി, അറബ് സമൂഹത്തെ പരിശോധിച്ച് നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്ര പരമ്പര നമ്മളിങ്ങനെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സൂറത്ത് ഖുറൈശ് പഠിച്ചപ്പോൾ, ഖുറൈശ് ഇവിടെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തിൽ. അന്നിങ്ങനെ പോയിട്ട് അവസാനം യഅറബിന് കഹ്താനിലെത്തും. യഅറബിന് കഹ്താൻ എന്നിങ്ങനെ മുന്നോട്ട് പോയാൽ അവസാനം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിലെത്തും. ഇസ്മായിൽ നബീന്ന് എവിടേക്കെത്താ? ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മക്കയില് ഇസ്മായിൽ നബി ജീവിച്ചു, പിന്നെ വഫാത്തായി അല്ലേ? ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ മക്കയിലേക്ക് ആര് വന്നിട്ടില്ല? ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ല. പിന്നെ ആരാ വരുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ എന്തുണ്ട്? പഴയ പ്രവാചകത്വത്തിന്റെ ശേഷിപ്പുകളുണ്ട്. ഒരു പക്ഷേ ചില ആളുകളൊക്കെ മക്കയില് പഴയ മില്ലത്തിൽ, ഇബ്രാഹിമി ഹനീഫിയത്തിൽ ജീവിച്ചവരുണ്ടായിരുന്നു എന്നൊക്കെ ഒറ്റപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചൊക്കെ പറയപ്പെടാറുണ്ട്. വല്ലാഹു അഅലം. അപ്പൊ ശരിക്കും താക്കീതുകാരൻ ചെന്നിട്ടില്ല എന്നാ. ഈ വേണമെങ്കിൽ നമ്മൾ അഹ്ലുൽ ഫത്ര എന്നൊക്കെ പറയും, ഫത്രത്തിന്റെ ആൾക്കാർ. അതായത് ഒരു നബിക്ക് ശേഷം മറ്റൊരു നബി വരാത്ത കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അതിന്റെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ചില ആൾക്കാർക്ക് ഇതൊക്കെ പറയുമ്പോൾ സംശയം വരും, അല്ല അപ്പൊ ഈ ദഅവത്ത് എത്തിയിട്ടില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ കാട്ടുവാസികൾ, ആദിവാസികൾ, അവർക്ക് ശരിക്കും അഹ്ലുൽ ഫത്ര എന്നാ പറയാം. അവരുടെ ഹുക്കുമ് ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്താണ്. അവനവിടെ വെച്ച് പരീക്ഷിക്കും. പരീക്ഷണത്തിൽ ജയിച്ചാൽ സ്വർഗം, തോറ്റാൽ നരകം. അങ്ങനെയാവും. അല്ലാഹു അഅലം. അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആലോചിക്കണ്ട, എത്തി നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. ചില ആൾക്കാർക്ക് ടെൻഷനാവും. ഞാൻ പണ്ടൊക്കെ ഈ സ്നേഹസംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ അക്ബർ ഖാനോട് അതുപോലെ ജാക്കിർ നായിക്കിനൊക്കെ ചോദിക്കണേ കണ്ടിട്ടുണ്ട്, അല്ല ഈ ആളുകൾക്കൂടെ അവസ്ഥ എന്തായിരിക്കും? അവന് ഭയങ്കര ടെൻഷനാണ് ഓലെ കുറിച്ച് അറിയാഞ്ഞിട്ട്. അവനന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണ്ട നമ്മളെപ്പോഴും. ഫത്ര, അവർക്കതാ പറയാം, ഫത്രത്തിന്റെ ആൾക്കാർ. അതായത് ഒരു പ്രവാചകനോ അല്ലെങ്കിൽ പ്രവാചകന്റെ
ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ഒരു അനന്തരാവകാശമൊന്നും കിട്ടാത്തൊരു കാലഘട്ടം. അവരിലേക്കുള്ള ദൂതരാകുന്നു അവിടുന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാണ്. അതാണ് ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബലിക. അത് താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരൻ വന്നിട്ടില്ലാത്ത ജനതയ്ക്ക് വേണ്ടി താങ്കൾ താക്കീത് നൽകാൻ വേണ്ടിയാണ്. എന്തിനാ താങ്കൾ താക്കീത് നൽകുന്നത്? ലഅല്ലഹും, അവർ ആകും, അല്ലെങ്കിൽ ആകാൻ വേണ്ടി. എന്ത്? യഹ്തദൂൻ, ഹുദ പ്രാപിക്കുന്നവർ, ഹിദായത്ത് കിട്ടിയവരാകാൻ വേണ്ടിയാണ്. ഹിദായത്താണ് ഒരാളെ സ്വർഗത്തിലേക്ക് നയിക്കുക. അത് കിട്ടണവർക്ക്. അതുകൊണ്ടാണ് അവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പറഞ്ഞയച്ചത്. എന്നിട്ട് പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറയാണ്. എന്താണ് അടുത്ത അല്ലാഹു തആല പറയുന്നത്? അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. അല്ലാഹു അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ്. എന്തിനാണ്? അസ്സമാവാത്ത്. ഞാൻ എൻ്റെ മുന്നിൽ മക്കളുണ്ട്, പഠിക്കണ കുട്ടികളുണ്ട്, ഹിഫ്ളിന് പഠിക്കണം, അവർക്കും കൂടി ഉപകരിച്ചോട്ടെന്ന് അങ്ങനെ വാക്കർത്തായിട്ട് പറയണത്. വലിയ ആളുകളൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയണം. അസ്സമാവാത്ത് എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. ആകാശങ്ങളെ, വൽ അർള, ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. പിന്നെ ഒന്നുകൂടി വരാൻ, വമാ ബൈനഹുമാ, അവ രണ്ടിനിടയിലുള്ളതിനെയും. എങ്ങനെ അല്ലാഹു സൃഷ്ടിച്ചത്? ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിലായി. അതൊരു വല്ലാത്ത വാക്കാണ്. ആ വാക്കിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചാൽ വഹുവ ഖാദിറുൻ അലാ ഖൽഖിഹാ ഫീ അഖല്ല മിൻ തർഫത്തി ഐൻ, കണ്ണിമ വെട്ടുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് അവയെ സൃഷ്ടിക്കാൻ അവൻ കഴിവുള്ളവനാണ്. വല്ലാത്തൊരു വാക്കാണ്. എന്നിട്ട് പിന്നെ റബ്ബ് പറയാ സുമ്മസ്തവ അലൽ അർശ്, പിന്നീട് അവൻ അർശിൽ ഇസ്തിവാ ചെയ്തു. അർശിൽ ഇസ്തിവാ ചെയ്തു. അതായത് അള്ളാഹു എവിടെയാണ്? അവൻ അർശിന്റെ ഉപരിയിലാണ്. ഫൗഖൽ അർശ്. അതിനാണ് അൽ ഉലുവുൽ അഅല എന്നൊക്കെ പറയും. എല്ലാറ്റിന്റെയും മീതെ. സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊക്കെ പറയില്ല, ഉന്നതൻ, അത്യുന്നതൻ. സുബ്ഹാന റബ്ബിയൽ അഅല അത് എല്ലായിടത്തുണ്ട്. പണ്ട് നമ്മുടെ നാട്ടുപുറത്ത് പറയും, തൂണിലും തുരുമ്പിലും ദൈവമിരിപ്പോ. അങ്ങനെ സംസ്കാരം ഇവിടെ ഇല്ല, ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ സംസ്കാരം എന്താ? അള്ളാഹു എവിടെയാണ്? ഫിസ്സമ. അയിനല്ലാന്ന് ചോദിച്ചാൽ നമ്മളെന്താ മറുപടി? ഫിസ്സമ. അവിടെയും പൂർണ്ണയില്ല. പിന്നെ ഫൗഖൽ അർശ്. ഒന്നുകൂടി പറഞ്ഞാൽ അർ റഹ്മാനു അലൽ അർശ് ഇസ്തവ. അതാണ് ഈമാൻ. ഒരിക്കൽ ഒരു സ്വഹാബി തന്റെ മൗല അടിമസ്ത്രീയെ അടിച്ചു. അവർക്ക് പിന്നെ ഭയങ്കര പ്രയാസമായി. നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി, ഞാൻ അവളെ മോചിപ്പിക്കട്ടെ? നീ മോചിപ്പിച്ചു, അവനൊന്ന് പരിശോധിക്കട്ടെ, ഈമാൻ പരിശോധിക്കട്ടെ. അങ്ങനെ നബി ചോദിച്ച് 2 ചോദ്യമാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവും. അവിടെ നബി ഒന്നാമത് ചോദിക്കാന്ന് വെച്ചാൽ ഐനല്ലാ. അപ്പോ മുകളിലേക്ക് വിരൽ ചൂണ്ടിന്നാണ്. വേറെ റിപ്പോർട്ടിലുള്ളത് ഫിസ്സമ, അല്ലാഹു ഫിസ്സമ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദിച്ചു, ഞാൻ ആരാ? അൻത റസൂലുള്ളാഹ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹാ മുഅ്മിനത്ത്, നീ അവളെ മോചിപ്പിച്ച അവൾ ആരാണ്? മുഅ്മിനത്താണ്. അപ്പൊ ഒരു സ്ത്രീ മുഅ്മിനത്താണെന്ന് പറയാൻ നബി തെളിവാക്കിയത് എന്ത് കാര്യമാണ്? അല്ലാഹ് എവിടെയെന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യം നമ്മൾ ഇന്നത്തെ നാട്ടിൽ, നമ്മുടെ നാട്ടിൻപുറത്ത് ചോദിച്ചാൽ ഒരു കളിയാക്കും. ഈ അടുത്ത് പോലും ഒരു ഉസ്താദിന്റെ ക്ലിപ്പ് ഞാൻ കണ്ടു. ഉസ്താദ് കളിയാക്കാണ്. അയാൾ പറയുന്ന ഭാഷ ബ്യാരിയാണ്. ബ്യാരി എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തുള്ളൊരു ഭാഷ. അയാൾ പറയാണ്, വഹാബികളെ അല്ലെങ്കിൽ സലഫികളെ, നിങ്ങളുടെ അള്ളാഹ് ഇവിടെ ഇറങ്ങിയ അവിടെ എപ്പള കയറ്, അവിടെ ഇറങ്ങിയ ഇവിടെ എപ്പള കയറ്. അത് മുമ്പ് വേറെ ഏതോ ഒരാൾ പറഞ്ഞതിന്റെ മുമ്പൊരു പുതിയൊന്നല്ല, പഴയ തന്നെയാണ്. പഴയ പഴച്ച ആ വിശ്വാസം തന്നെ അശായിറത്ത് എന്നതിന് പറയാം. അശരീയത്ത്. അശായിറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് പറയും, കർമ്മപരമായി 4 മദ്ഹബും വിശ്വാസപരമായി 2 മദ്ഹബും. അതായത് അശരിയ, അത് മാത്തുരീദിയ. നമ്മൾ അഹ്ലുസുന്ന മൊത്തത്തിൽ അതിനെ പറയും അശായിറ എന്ന് പറയും. അശായിറ വലിയ ചർച്ചയാണ്. ആ അശായിറത്തിന്റെ ഉടമയായി അറിയപ്പെടുന്ന അബുൽ ഹസൻ അശരി റഹിമഹുല്ലാഹു റഹ്മത്തുൻ വാസിയ, അദ്ദേഹത്തിന്റെ പഴയ ആ പഴച്ച ഇൽമുൽ കലാമിന്റെ ആശയം ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അവസാന കാലത്തിൽ അഹ്ലുസുന്നത്തിലേക്ക് വന്നു എന്നാണ്. അങ്ങനെ അഹ്ലുസുന്നത്തിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് അൽ ഇബാന ഫി ഉസൂലുദ്ദിയാന. ഞങ്ങളതില് ഏകദേശം ഒരു 200-180 മസാലകൾ ഞങ്ങൾ ഇത് പഠിച്ചു.
ഭയങ്കര നമുക്ക് തലക്ക് എന്താ പറയുക, ഫറായിലൊക്കെ പഠിക്കണമായിരുന്നു. അതായത് ഈ അള്ളാഹുവിന്റെ ഓരോ സിഫത്തിനെയും നിഷേധിക്കുന്ന ആളുകളുടെ വാദവും ആ വാദത്തിന് യുക്തിപരമായി തന്നെ അദ്ദേഹം നൽകുന്ന മറുപടിയും തല ധരിച്ചുപോയി. പൂർത്തിയായിട്ടില്ല, പകുതി മുക്കാലായിട്ടുള്ളൂ, എന്തായാലും 60% സുബ്ഹാനല്ലാഹ്, അത്ഭുതം തോന്നിപ്പോ. പക്ഷെ അള്ളാഹു താല തിരിച്ചു കൊണ്ടുവരണം അഹ്ലുസുന്നത്തിലേക്ക്. അവിടെ ഈ അള്ളാഹു താല എല്ലായിടത്തുണ്ടെന്ന് പറയുന്നതിന് അദ്ദേഹം കൊടുക്കുന്ന കുറേ മറുപടി ഉണ്ട്. അവിടെ തെളിവാക്കുന്ന ഒരു ആയത്താണ് എന്ത്? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫിസ്സമാ ഫൗഖൽ അർശ്. അപ്പൊ അവര് ചോദിക്കും മക്കാനുണ്ടോ, അവിടെ ഒരിടത്ത് ഇരിക്കണമെങ്കിൽ സ്ഥലം വേണ്ടേ? ഇങ്ങനെയൊക്കെയാണ് ഒരു പഴച്ച ചോദ്യങ്ങളാണ് ഈ അഹ്ലുസുന്നത്തിന് പുറത്തുള്ള ഒരു ചോദ്യം. അവിടെയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു മറുപടി പണ്ടേ നമ്മൾ പഠിച്ചു വെച്ചെന്താണ്, ഈ ഇതിങ്ങനെ പറയുമ്പോ ഒരാള് ചോദ്യം ചെയ്തു ഇമാം മാലിക്കിന്റെ സദസ്സിൽ. അപ്പൊ മാലിക് അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അവനെ പുറത്തേക്ക് എടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞു, പുറത്തേക്ക് ഒഴിവാക്കാൻ പറഞ്ഞു, ആ സദസ്സിൽ ഇരിക്കേണ്ടത്. അദ്ദേഹം ചോദിക്കാണ് എന്താണ് അള്ളാഹിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെയുള്ള വിഷയം പറഞ്ഞിടത്ത് കാണാം അള്ളാഹിന്റെ ഈ കൈഫിയത്ത്, അതെന്താണ് കൈഫിയത്ത്, അത് വിശദീകരിച്ചത് പറയാണ് അൽ ഇസ്തിവാഉ മഅലൂമൻ. അള്ളാഹ് ഇസ്തിവാ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫിയത്തു മജ്ഹൂലുൻ, അതെങ്ങനെന്ന് ചോദിച്ചാൽ അറിയപ്പെടാത്ത കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു അൽ ഈമാനു ബിഹി, അതിൽ വിശ്വസിക്കൽ വാജിബ്, നിർബന്ധമാണ്. അപ്പൊ അള്ളാഹ് ഫൗഖൽ അർശ് അല്ലെങ്കിൽ റഹ്മാൻ അർശ് ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഇസ്തിവ ചെയ്ത് എങ്ങനെ വെച്ചാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. എന്നാൽ സുആലു അൻഹു ബിദ്അത്തുൻ, ചോദ്യം ചെയ്യൽ ബിദ്അത്താണ്. പുറത്തേക്ക് സദസ്സിന് പുറത്തേക്ക് ഒഴിവാക്കാൻ പറഞ്ഞാണ്. കാരണം ഓനൊന്നും സദസ്സിലിരുത്താൻ പറ്റില്ല, അത് ബിദ്അയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് ചുരുക്കി ഞാൻ പറയണത് എന്താ വെച്ചാല് നമ്മളെ പഠിച്ചതൊക്കെ പാടെ ഇവിടെ പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് അങ്ങോട്ട് കയറിക്കൊള്ളുന്നില്ല. അതിന്റെ അടുത്ത ഘട്ട പോലും മദർസയിൽ പഠിക്കുമ്പോൾ നമുക്ക് അതുപോലെ പറയാം ഇൻഷാ അല്ലാഹ്. ഇവിടെ അള്ളാഹു എവിടെയാണ് അള്ളാഹു താല അവൻ അർശിൽ ഇസ്തിവാ ചെയ്തു. ഇത് ശരിക്ക് അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്. ഉലുവുൽ അഅല എന്നാണ് പറയാം. അങ്ങനത്തെ ഒരു കിതാബ് തന്നെ കാണാം, അൽ ഉലുവുൽ അഅല എന്നിട്ട്. ഇത് മനസ്സിലാക്കാൻ ഇതൊന്നും രണ്ട് സ്ഥലത്തൊന്നല്ല. 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 5-ാമത്തെ ആയത്ത്, 7-ാം അധ്യായം സൂറത്ത് മാഇദ സൂറത്ത് അഅറാഫ് 54-ാമത്തെ ആയത്ത്, 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 3-ാമത്തെ ആയത്ത്, 13-ാം അധ്യായം സൂറത്ത് റഅദ് 6-ാമത്തെ ആയത്ത്, 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 59-ാമത്തെ ആയത്ത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ് സുമ്മസ്തവ അലൽ. സമാനമായി അള്ളാഹിന്റെ ഈ എന്താ പറയുക അള്ളാഹ് അർശിൽ ഇസ്തിവാ ചെയ്തു എന്നതുപോലുള്ള വിഷയങ്ങളെ പഠിപ്പിക്കുന്നിടത്ത്. എന്നിട്ട് പിന്നെ കാണാം മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫിയ, നിങ്ങൾക്ക് അള്ളാഹിനെ കൂടാതെ ഒരു വലിയും അതുപോലെ ശഫാഅത്തുകാരൻ ശുപാർശകനും ഇല്ല എന്നാണ്. അതായത് അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരു വലിയോ ശുപാർശകനോ നിങ്ങൾക്കില്ല. നമുക്ക് പരലോകത്ത് പോയാൽ മനസ്സിലാക്കണ ഒരു ഘട്ടമാണ്. ആളുകളൊക്കെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടും. മഹ്ശറിലേക്ക് കൊണ്ടുവന്നാൽ എല്ലാവരും എന്തായിരിക്കും? നഫ്സി നഫ്സി എന്നായിരിക്കും, നബിമാര് പോലും അല്ലെ. വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഓരോരുത്തരെ സമീപിക്കുന്ന സന്ദർഭവും അവസാനം നബിന്റെ അടുത്ത് വരുന്നൊക്കെ ഉണ്ട്. അത് അള്ളാഹു താല അവർക്ക് നൽകുന്ന വലിയൊരു നിഅമത്താണ്. പക്ഷെ അതൊന്നല്ല ഇവിടെ പ്രശ്നം. ഇവിടെ റബ്ബല്ലാത്തൊരു സഹായി, റബ്ബല്ലാത്തൊരു ശുപാർശകൻ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഗൗരവത്തോട് മനസ്സിലാക്കേണ്ടത് മക്കത്തെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ മുശ്രിക്കുകളായിരുന്ന ആളുകൾ വാദിച്ചിരുന്നത് അവർ ഇബാദത്തെടുത്തിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശക്തികൾ അവർ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമായിരുന്നു? എന്തു ചെയ്യും? ശഫാഅത്ത് ചെയ്യുന്നതാണ്. ഹാ ഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്. അതിനെയാണ് നിഷേധിക്കുന്നത്. ശഫാഅത്ത് ഇല്ല എന്നല്ല, അവിടെ അള്ളാഹിന്റെ സഹായം കിട്ടില്ല എന്നല്ല പറഞ്ഞത്. അള്ളാഹ്ക്ക് പുറമെ അള്ളാഹിനെ കൂടാതെ ഇവര് വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഇവിടെ കാണാലോ, എന്നെ പേടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അല്ലെ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചൊന്നോവർ. ഈ ഓവർ നൈമത്തന്നെ ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിലത് കുറച്ച് ഓവറാണ്. ഈ ഓവറായ വർത്താനുണ്ടല്ലോ, ആരും പ്രശ്നമല്ല. നമ്മളെ ആളുകളെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ അല്ല. അവിടെ ശഫാഅത്ത് നടത്തണമെങ്കിൽ അള്ളാഹിന്റെ അനുവാദം വേണം. ശഫാഅത്ത് കിട്ടണമെങ്കിൽ അള്ളാഹിന്റെ അനുവാദം വേണം. അതായത് 2 ഷർത്താണ് അതിൽ കാണുന്നത്. 1, ശഫാഅത്ത് നടത്തുന്നവരെ അള്ളാഹ് തൃപ്തിപ്പെടണം. 2, ആർക്ക് വേണ്ടി ശഫാഅത്ത് നടത്തപ്പെടുന്നുവോ അവരെയും അള്ളാഹ് തൃപ്തിപ്പെടണം. അത് കിട്ടാനുള്ള അസുരം എന്താ അറിയോ?
തൗഹീദ്. തൗഹീദ് ഇല്ലാത്ത ഒരാൾക്ക് ശഫാഅത്തനല്ല. പിന്നെ ചർച്ച പിന്നീട് പോകേണ്ട ആവശ്യമില്ല. അസ്ല് തൗഹീദാണ്. അള്ളാഹു നമ്മളെ തൗഹീദിലായി ജീവിച്ച് തൗഹീദിലായി മരിപ്പിക്കുമാറാകട്ടെ. എന്നിട്ട് പറഞ്ഞു മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ. എന്നിട്ട് അല്ലാഹു ചോദിക്കണം അഫലാ തതദക്കറൂൻ, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ, അവനല്ലാത്തവരിൽ ആശ്രയിക്കുന്നവരെ, പരിശുദ്ധനും ഉന്നതനുമായ അള്ളാഹുവിനൊരു പങ്കാളിയോ തുല്യനോ ഇല്ല, ശരീക്കില്ല, നിദ്ദില്ല, കുഫുവില്ല, മിഥിലില്ല. നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്തെടുക്കുകയും അവനോടൊപ്പം മറ്റാരെയും ആരാധിക്കാതിരിക്കുകയും ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല? അഫലാ തതദക്കറൂൻ എന്ന് ചോദിക്കുന്നത് അതാണ്. മുഖ്തസർ തഫ്സീറിൽ അതിന്റെ ഗ്രന്ഥകർത്താക്കൾ വിശദീകരിച്ചത് അപ്രകാരമാണ്. എന്നിട്ട് പിന്നെ അള്ളാഹുവിന്റെ അളമത്തും ഖുവ്വത്തൊക്കെ വിശദീകരിക്കുന്ന പദങ്ങൾ വീണ്ടും എന്താണ്? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. യുദബ്ബിറു, അവൻ നിയന്ത്രിച്ചു വിടുന്നു. തദ്ബീർ, മുദബ്ബിർ. മുദബ്ബിർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം ഓർമ്മ വരും. അതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. ഈ മടവൂര് എന്ന് പറഞ്ഞിട്ടൊരു സാധു മനുഷ്യൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പദമൊക്കെ ചിലർ പഠിച്ചു തന്നെ. സംഗതി പണ്ട് നമ്മുടെ ഉസ്താദ് സക്കരിയ സലൈഹി റഹ്മത്തുള്ളാഹി പറയണ്ടായി. അദ്ദേഹം പറയാണ്, ചൊവ്വാഴ്ച നെഹ്സാണ് പലർക്കും ഉണ്ടാകുക. സംഗതി മണ്ണാർക്കാട്ടെന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറുമ്പോ ഈ നെഹ്സുണ്ട് നമ്മളെപ്പോലത്തെ ഒരു സുഖം സീറ്റ് കിട്ടുന്ന അദ്ദേഹം വന്നൊരു പോയിന്റാണ്. അല്ലെങ്കിൽ ഫുള്ളായിരിക്കും ബസ്. നെഹ്സുള്ളതുകൊണ്ട് ആൾക്കാരൊന്നും വണ്ടി കയറൂല. വണ്ടി കയറാത്തോണ്ട് നമുക്ക് എന്ത് ചെയ്യും? സീറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഗുണം അതിനുണ്ട് പറയാ. സത്യത്തിൽ നാശാണ് എന്നതുപോലെ ഇവിടെ നമ്മൾ ഈ തദ്ബീറും മുദബ്ബിറും ഒക്കെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. മക്കളൊക്കെ പഠിക്കണ്ടാവും. മദീനന്റെ സിലബസിലൊക്കെ ഉണ്ട്. എന്താണ് റബ്ബ്? ആരാണ് റബ്ബ്? അപ്പോ റബ്ബിന് ഉത്തരം പറയുന്നിടത്ത് കാണാം അൽ ഖാലിഖു വൽ മാലികു വറാസിഖു. പഠിച്ചില്ല ഞങ്ങള്? വൽ മുദബ്ബിർ. മുദബ്ബിർ അവിടെ മുദബ്ബിർ, തദ്ബീർ. അപ്പൊ യുദബ്ബിറു, അവൻ നിയന്ത്രിച്ചു വിടുന്നു. അൽ അംറ, കാര്യം. മിനസ്സമാ, ആകാശത്ത് നിന്ന്, ഇലൽ അർളി, ഭൂമിയിലേക്ക്. അയിത്തന്നുണ്ട് എവിടുന്ന വരുന്നത് എന്നുള്ളത്. പിന്നെ എല്ലായിടത്തുണ്ടെന്ന് പറയാം. എങ്ങനെ? അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു വിടുന്നു എന്നാണ്. അതായത് ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടികളുടെയും കാര്യം ആര് നിയന്ത്രിക്കുന്നു? അള്ളാഹു നിയന്ത്രിക്കുന്നതാണ്. താബീകളിൽ പ്രസിദ്ധനായ ഇമാം സുദ്ദി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു യൻസിലുൽ വഹ്യ. ഇതിന്റെ മായന അദ്ദേഹം പറഞ്ഞത് വഹി ഇറക്കുന്നു എന്നതാണ്. വല്ലാഹു അഅലം. എന്നിട്ട് പിന്നെ ആയത്ത് സുമ്മ യഅറുജു ഇലൈഹി, സുമ്മ പിന്നീട് യഅറുജു, അത് കയറും, ഇലൈഹി അല്ലാഹുവിലേക്ക്, ഫീ യൗമിൻ ഒരു ദിവസത്തിൽ, കാന ആയിരിക്കുന്നു, മിഖ്ദാറുഹു അതിന്റെ അളവ്, അൽഫ സനത്തിൻ 1000 കൊല്ലം, മിമ്മ തഅദ്ദൂൻ നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലം. റബ്ബ് പറയാണ് പിന്നീട് അത് അള്ളാഹുവിലേക്ക് ഒരു നാളിൽ ഒരു ദിവസത്തിൽ കയറിപ്പോകുന്നു എന്നാണ്. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 കൊല്ലമാണത്. ഇവിടെ സുമ്മ യഅറുജു ഇലൈഹി എന്ന് പറഞ്ഞാൽ പിന്നീട് അവങ്കിലേക്ക് അത് കയറുന്നു പറഞ്ഞാൽ യതനസ്സലു അംറുഹു മിൻ അഅല സമാവാതി ഇലാ അഖ്സാ തുഖൂമിൽ അർളി സാബിഅ. അവന്റെ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പന ഉന്നതമായ ആകാശങ്ങളിൽ നിന്ന് 7ാമത്തെ ഭൂമിയുടെ അറ്റം വരെയും ഇറങ്ങുന്നു എന്നാണ്. സുബ്ഹാനക അലി. എങ്ങനെ ഇത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും വെച്ചാൽ അള്ളാഹു അലം, അള്ളാഹു തആല നമുക്കാണ് പറഞ്ഞുതരാണ്. എങ്ങനെ അവന്റെ കൽപ്പന ഉന്നതമായ ആകാശങ്ങളിൽ നിന്ന് 7ാമത്തെ ഭൂമിയുടെ അറ്റം വരെയും ഇറങ്ങുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കാൻ കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞ ഒരായത്താണ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത്. എവിടെയെന്നറിയോ? സൂറത്തു ത്വലാഖിലെ 12ാമത്തെ ആയത്ത്, അതായത് അവസാനത്തെ ആയത്ത്. എന്തായത്തുള്ളത്? അള്ളാഹു തആല പറയാം, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർദി മിത്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ
وأن الله قد أحاط بكل شيء علما. അല്ലാഹുവാകുന്നു ഏഴാകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവയ്ക്ക് തുല്യമായതും സൃഷ്ടിച്ചവൻ. അപ്പൊ ഇതിനെന്ത് മനസ്സിലാക്കി? ഏഴാകാശം, ഏഴ് ഭൂമി. പണ്ട് മലയാളത്തിലൊരു പദമുണ്ട്, ഈരേഴു ലോകവും പടച്ചവനെ. എനിക്കൊക്കെ ആദ്യം അതെന്താന്ന് മനസ്സിലായിരുന്നില്ല. ഈരേഴു ലോകം എന്ന് പറഞ്ഞാൽ ഏഴാകാശം, ഏഴ് ഭൂമി എന്നാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ സംസാരത്തിൽ പോലും വന്നിരുന്നു ഈ ആശയം എന്നാണ്. പക്ഷെ അന്നും നമുക്കത് അറിയില്ലായിരുന്നു. അല്ലാഹു ആ പ്രയോഗങ്ങളൊന്നും. ഇവിടെ എന്താ പറയുന്നത്? അള്ളാഹുവാകുന്ന ഏഴാകാശങ്ങളും ഭൂമിയിൽ നിന്ന് അതിന് തുല്യമായത് സൃഷ്ടിച്ചവൻ. എന്നിട്ട് പറയാണ് യതനസ്സലുൽ അംറു ബൈനഹുന്ന. ആ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങുന്നു. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു ഏത് വസ്തുവയും ചൂഴ്ന്ന് അറിയുന്നവനായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇനി റബ്ബ് പറയാണ് ഫീ യൗമിൻ. ഏതാണത്? ദിവസമാണ്, ഒരു ദിവസത്തിലാണ്. കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മ തഅദ്ദുന. പിന്നീട് അത് ഒരു ദിവസത്തിൽ അവങ്കലേക്ക് കയറിപ്പോകുന്നു. അതിന്റെ ദൈർഘ്യം നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 കൊല്ലമാണെന്നാണ്. ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് രണ്ടായത്ത് പറഞ്ഞുതരാം. ഇതൊന്നും ഞാൻ കൊടുത്തല്ല കേട്ടോ, മുഫസ്സിരിങ്ങൾ കൊടുത്താണ്, അള്ളാഹിന്റെ ഖുർആനിൽ നിന്നുള്ളതാണ്. 70-ാം അധ്യായം സൂറത്ത് മആരിജിന്റെ 4-ാമത്തെ ആയത്ത്. അവിടെ കാണാം എന്താ തുടക്കം? സഅല സായിലും ബിഅദാബിൻ വാഖിഅ ലിൽകാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 സന. അവിടെ ആദ്യം പറഞ്ഞത് മിനല്ലാഹി ദിൽ മആരിജ് എന്നാണ്. കയറിപ്പോകുന്ന വഴികളുടെ അധിപനായ അള്ളാഹുവിങ്കിൽ നിന്ന് വരുന്ന ശിക്ഷയും. എന്നിട്ട് പറയാണ് 50,000 കൊല്ലത്തിന്റെ അളവുള്ളതായൊരു ദിവസത്തിൽ മലക്കുകളും ആത്മാക്കളും അവങ്കലേക്ക് കയറിപ്പോകുന്നതാണ്. അവിടെ 50,000 സനത്തിൽ എന്നാ പറഞ്ഞു. ഇത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതേ സംഗതി തന്നെ ഒന്നും കൂടി മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 47-ാമത്തെ ആയത്ത്. ഞങ്ങളൊക്കെ പണ്ട് ദർസിലിരിക്കുമ്പോൾ എന്താ ചെയ്യുന്ന നിങ്ങൾ? ഞങ്ങളെ കയ്യില് പഴയ ജലാലൈനി അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുണ്ടാവും. ഒരു ചെറിയ കടലാസ് പെൻസിൽ കൊടുക്കും. എന്താ പെൻസില്? കടലാസ് പെൻസിൽ. ഇപ്പൊ നിങ്ങളെ കയ്യിൽ എന്താ? ഖുർആനാണ്. ഒരു ചെറിയ കടലാസ് പെൻസിൽ ഉണ്ടായാൽ അതിന്റെ സൈഡിൽ ഇരായത്തിന്റെ നേരപ്പുറത്ത് 22-ന്റെ 47 എഴുതിച്ച. എന്നിട്ട് പിന്നെ പോയി പരിശോധിച്ച് നോക്കുക. അങ്ങനെയാണ് പഠിക്കല്. ഒന്ന് ആയത്തിൽ നമുക്ക് പരിചയം. ഖുർആനിൽ നമുക്കൊരു പ്രാഥമിക പഠനം, ഒരു പ്രാഥമിക ധാരണ ഉണ്ടാവും. പിന്നെ തഫ്സീറിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വേറെ തന്നെ പഠിക്കും. ഇതിപ്പോ നമ്മൾ ഖുർആനിലെ ധാരണയും പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് കുറെ ദിവസം നമ്മൾ ഇരിക്കണം. എന്റെ മുന്നിൽ കുറെ 10-ാം ക്ലാസ്സിലൊക്കെ എത്തിയ മക്കളുണ്ട്, നമ്മളെ കുട്ടികൾ. ഓലക്കൊക്കെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അണ്ട് ചെവിയിട്ട് മാത്രം പോന്നാ പോരാ. ഓക്കെ, ഓലോടല്ലാത്ത മൈരെ പോലെ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് ഇരിക്കട്ടെ, സാറില്ല. 47-ാമത്തെ ആയത്ത് അവിടെ കാണാം. മാറിപ്പോയാ? ويستعجلونك بالعذاب ولن يخلف الله وعده. നബിയെ, നിന്നോട് അവർ ശിക്ഷയുടെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. എന്നിട്ട് പറയാണ് وَإِنَّ يَوْمًا عِنْدَ رَبِّكَ كَأَلْفِ سَنَةٍ مِمَّا تَعُدُّونَ. كَأَلْفِ سَنَةٍ مِمَّا تَعُدُّونَ. നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാകുന്നു. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മ തഉദ്ദൂന.
അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു തആല ആകാശത്തിനും ഭൂമിക്കുമിടയിൽ അവൻ സംവിധാനിച്ച അത്ഭുതകരമായ സംവിധാനങ്ങൾ. ഇത് ഒന്ന് നമ്മളെ യുക്തിയിലോ ബുദ്ധിയിലോ വരുന്ന കാര്യങ്ങളൊന്നല്ല. ഇതൊക്കെ എൻ്റെ തലയിൽ മനസ്സിലാകണം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം. അവിടെ എന്താ പറഞ്ഞത്? സമഅന വഅതഅന. ഓനാണ് ബുദ്ധിമാൻ. നേരെ മറിച്ച് അതിലൊക്കെ ഇടയിലൊക്കെ കോലിട്ട് കുത്താൻ നിന്നാൽ ഓന് മന്ദബുദ്ധിനെ പറയാൻ പറ്റും. കാരണം ഓന് മനസ്സിലാകാത്ത കാര്യമാണ് ഇതൊക്കെ. എന്നിട്ട് അല്ലാഹു പറയാണ്, ذلك عالم الغيب والشهادة العزيز الرحيم. അവനാണ് ആലിമുൽ ഗൈബി വശഹാദ, ഗൈബും ഷഹാദത്തും അറിയുന്നവൻ. പിന്നെ അവൻ ആരാണ്? അൽ അസീസ്, അസീസാണ് അവൻ. അർ റഹീം, റഹീമാണവൻ. ഈ പദം മാത്രം വിശദീകരിക്കാൻ നിന്നാലേ മണിക്കൂർ വേണം ഈ ഒരൊറ്റായത്ത്. നമുക്ക് അതിനുള്ള അവസരമില്ല. മാത്രമല്ല അതിന് മാത്രം നമ്മൾ അങ്ങോട്ട് വളർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രാഥമിക പഠനമല്ലേ, അപ്പൊ തൽക്കാലം കുറച്ച് മതി. ഇവിടെ ആദ്യം പറഞ്ഞെന്താ നിങ്ങൾ? അള്ളാഹുവാണ് ദൃശ്യമായതും അദൃശ്യമായതും അറിയുന്നവനാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ പദമാണ്. ഒരുപാട് സ്ഥലത്ത്. സമയം ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദാലിക ആലിമുൽ ഗൈബി വശഹാദ. അവനാണ് അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നവൻ. ഈ ആലിമുൽ ഗൈബി വശഹാദ എന്നുള്ളത് ഒരുപാട് സ്ഥലത്ത് വന്നത് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ സൂറത്ത് അൻആം അതിന്റെ 73-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് തൗബ 94-ാമത്തെ ആയത്തിലും 105-ാമത്തെ ആയത്തിലും കാണാം. സൂറത്ത് റഅദ് 9-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് മുഅ്മിനൂൻ 93-ാമത്തെ ആയത്തിൽ കാണാം. ഇപ്പൊ സൂറത്ത് സജ്ദയിലെ 6-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് സുമറില് 46-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് ഹശ്റില് 22-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് ജുമഅയില് 8-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്ത് തവാബുനിൽ 18-ാമത്തെ ആയത്തിൽ കാണാം. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വന്നൊരു പദമാണ് ആലിമുൽ ഗൈബി വശഹാദ. എത്രത്തോളം ഇനി പറയാണ് അൽ അസീസ് അർ റഹീം. അവൻ ആരാണ്? അള്ളാന്റെ 2 നാമവും 2 അതിലുള്ള വിശേഷണങ്ങളും ഇവിടെ പഠിപ്പിക്കാണ്. അള്ളാഹു അൽ അസീസ് ആണ്, അള്ളാഹു അർ റഹീമാണ്. 92 തവണ. എത്ര തവണ പറ? എത്ര തവണ? 92 തവണ അള്ളാന്റെ ഖുർആനിൽ ആവർത്തിച്ചു വന്ന പേരാണെന്ത്? അൽ അസീസ്. പറയ്, അൽ അസീസ്. ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ. അൽ അസീസ് എന്നത് വിശുദ്ധ ഖുർആനിൽ 92 തവണ ആവർത്തിച്ചു വന്ന പദമാണ്. ഒരു 2 വട്ടം പറയും. ഒരു വട്ടമായിട്ടുള്ളൂ. ഇത് പണ്ട് സ്വലാത്തെല്ലാം വിട്ടിട്ട് മുപ്പര് ചായ എടുക്കാൻ പരിപാടിയല്ല കേട്ടോ. പഴയ വയലും പരിപാടിക്കുണ്ടല്ലോ, മുഹമ്മദ് എന്ന് പറയും. ഇപ്പൊ ആൾക്കാർ സ്വലാത്തൊക്കെ ചെല്ലും ആ ഗ്യാപ്പില്. അതല്ല അറിയാം. 92 തവണ. അതിൽ എളുപ്പം മനസ്സിലാക്കാൻ ഒരു പദം ഞാൻ പറഞ്ഞുതരാം. നല്ല രസാണ് ആയത്ത്. അതായത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം അതിന്റെ 26-ാമത്തെ ആയത്ത്. ഈ ആയത്ത് കടബാധ്യതയുള്ളവരുടെ കടം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീത്തുകളുടെ കൂട്ടത്തിൽ ഒരു ഹദീത്ത് ഈ ആയത്തുള്ള ആശയത്തിൽ വരുന്നതാണ്. അതായത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. പറയുക നബി, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശമത്ര നന്മയുള്ളത്. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇത് വല്ലാത്തൊരു വാക്കാണ്.
ഇനി രണ്ടാമത്തെ പദം ഏതാ? റഹീം എന്നുള്ളതാണ്. റഹീം എന്നുള്ളത് നമ്മൾ സൂറത്ത് ഫാത്തിഹ പഠിച്ചിട്ടുണ്ട്. മിനിമം 114 തവണ വന്ന പദമാണ്. 114 തവണ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരു സൂറത്തിലില്ലല്ലോ. ആ സൂറത്തിന് പകരം ഇന്നഹു മിൻ സുലൈമാൻ അല്ലേ, അവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചാ മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീ. അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ട്, ബാറക്കല്ലാഹു ഫീ. ഇവിടെ അർ റഹീം എന്ന് പറഞ്ഞാൽ എന്താ? മുഅ്മിനീങ്ങളായ അടിമകളോട് കാരുണ്യം ചൊരിയുന്നവനാണ്. റഹ്മത്തുൻ ഖാസ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തുൻ ആമ്മ. പണ്ട് ദർസിൽ ഞങ്ങളൊക്കെ പഠിച്ചങ്ങനെയാണ്. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചൊരിയുന്നവനതാണ് റഹീം, റഹ്മാൻ. എന്നാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം ആഖിറത്തിൽ ഗുണം ചൊരിയുന്നവനാണ് അർ റഹീം. അത് അന്ന് പഠിച്ചോണ്ട് ഇപ്പോ ഓർമ്മയുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് തഫ്സീർ അനുസരിച്ചാണ് പഠിപ്പിച്ചത്. സംഗതി അവരാ പഠിപ്പിച്ചെങ്കിലും സംഗതി തഫ്സീർ അനുസരിച്ചാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അവിടുന്ന് പറഞ്ഞു, റഹ്മാനുൻ ഫിദ് ദുനിയ വറഹീമുൻ ഫിൽ ആഖിറ. അള്ളാഹു പറഞ്ഞല്ലോ വകാന ബിൽ മുഅ്മിനീന റഹീമാ. അതാണ് എന്റെ തെളിവ്. അള്ളാഹു മുഅ്മിനീങ്ങളോട് ഏറെ കരുണയുള്ളവനാണ്. സൂറത്ത് അഹ്സാബിന്റെ 43-ാമത്തെ ആയത്ത്. ഇനി ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയാണ്, ദാലിക ആലിമുൽ ഗൈബി വശഹാദ. അവനാണ് അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നതെന്ന് പറഞ്ഞാൽ അതായത് അൽ മുദബ്ബിറു ലിഹാദിഹിൽ ഉമൂർ. ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ അവനാണ് എന്നാണ് അർത്ഥം. അല്ലദി ഹുവ ഷഹീദുൻ അലാ അഅമാലി ഇബാദി. ഇനി പറയാൻ പോണ പദം നമ്മൾ ശരിക്കും പഠിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ അവൻ അവന്റെ അടിമകളുടെ അമലുകളെ കുറിച്ച് സാക്ഷിയാണ്. ആരെന്ത് പറഞ്ഞാലും ചെയ്താലും അല്ലാഹ് എന്താണ്? ഷഹീദാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ. അവന്റെ അടിമകളുടെ മേൽ ഷഹീദാണ്. യുർഫഉ ഇലൈഹി ജലീലുഹാ വഹഖീറുഹാ. ആ അടിമകളുടെ അമലുകളിൽ നിന്ന് അല്ലാഹുവിങ്കലേക്ക് ഉയരുന്നു. ജലീലുഹാ വഹഖീറുഹാ, മഹത്തമായതും നിസ്സാരമായതും. വസഗീറുഹാ വകബീറുഹാ, അതിൽ ചെറിയതാകട്ടെ വലിയതാകട്ടെ, അതായത് മഹത്വം കൂടിയതോ കുറഞ്ഞതോ ആകട്ടെ, ഖൈറാകട്ടെ ഷർറാകട്ടെ, അതെല്ലാം അല്ലാഹുവിങ്കലേക്ക് ഉയരുന്നതാണ്. അല്ലാഹുവിങ്കലേക്ക് ഉയരുന്നതാണ്. എന്നിട്ട് പിന്നെ അല്ലാഹ് പറഞ്ഞു, ഹുവ അവൻ അൽ അസീസ്, അവൻ അസീസാണ്. അല്ലദീ ഖദ് അസ്സ കുല്ല ഷൈഇൻ ഫഖഹറഹു വഗലബഹു. എന്താണ് അസീസ് എന്ന് പറഞ്ഞാൽ? എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുകയും അതിജയിക്കുകയും ചെയ്തവൻ എന്നതാണ് അസീസിന്റെ അർത്ഥം. ഇവിടെ അല്ല, ഞാൻ വെറുതെ തൊള്ളടാണ്. ഇവിടെ അല്ല. എന്താ അസീസ് എന്ന് പറഞ്ഞാൽ? എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുകയും അതിജയിക്കുകയും ചെയ്തവൻ, അതാണ് അസീസ്. വദാനത് ലഹു അൽ ഇബാദു വർ-റിഖാബ്. അടിമകളും റിഖാബുകളും അവന് വേണ്ടി കീഴ്പ്പെടും. എല്ലാറ്റിന്റെ മേലും അവൻ ആധിപത്യമുള്ളവനാണ് എന്നർത്ഥം. അസീസ്. അസീസിന് വേറെയും വിശദീകരണം കാണാൻ പറ്റും. അതായത് ആർക്കും പരാജയപ്പെടുത്തുക സാധ്യമല്ലാത്ത, തന്റെ ശത്രുക്കളോട് പ്രതികാര നടപടി സ്വീകരിക്കുന്നവനായ മഹാപ്രതാപിയാണ് അൽ അസീസ്. അസീസ് നമ്മൾ പേരൊക്കെ ഇട്ടിട്ട് ചെറുതാക്കുന്നത് അല്ലെ. രണ്ടാമത്തേതോ അൽ അസീസ്, പിന്നെ അർ റഹീം. അള്ളാഹു അർ റഹീമാണ്. റഹീം എന്ന് പറഞ്ഞാൽ ബിഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് കരുണയുള്ളവനാണ് റഹീം. ഫഹുവ അസീസുൻ ഫി റഹ്മതിഹി റഹീമുൻ ഫി ഇസ്സതിഹി. അള്ളാഹുവിനെ കുറിച്ച് പറയാം, അവന്റെ റഹ്മത്തിൽ അവൻ അസീസാണ്, അവന്റെ ഇസ്സത്തിലോ അവൻ റഹീമുമാണ്. വഹാദാ ഹുവൽ കമാൽ, അതാണ് പൂർണ്ണത. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാം, അതാണ് പൂർണ്ണത എന്നത്. അതാണ് ഇവിടെ ഹുവൽ അസീസുർ റഹീം എന്ന് പറഞ്ഞാൽ. ഇനിയും ധാരാളം വിവരണങ്ങൾ മുഫസ്സിറുകൾ ഇങ്ങനെ ഓരോരുത്തരും, ഇമാം ഖുർത്തുബി, തൊബരി ഒക്കെ എടുത്തു കൊടുക്കേണ്ട. ഓരോന്നും വായിച്ചാൽ അത്രയും നമുക്ക് സമയം പോകും. വല്ലാഹു തആല അലം. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത് നല്ലോണം ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഓതല്ലേ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം.
تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. ما شاء الله، بارك الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس: سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.